ഹലോ ഗൈസ്, എന്നത്തെയും പോലെ തന്നെ ഒരു പണിയില്ലാതെ ചുമ്മാ ഇരുന്നപ്പോഴാണ് എൻ്റെ അനിയത്തിയുടെ പല്ലിൽ കമ്പി വാർത്തതിന് ഇന്ന് ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ഉണ്ടെന്ന് അറിഞ്ഞത്. ഞാൻ എന്തായാലും ചുമ്മാ ഇരിക്കുന്നതുകൊണ്ട് ഇന്ന് ഞാൻ തന്നെ അവളെ കൂടെ പോയി. പങ്ക്ച്വാലിറ്റി വിട്ട് ഒരു കളിയില്ലാത്ത ഞാൻ 4:30 എത്തിക്കേണ്ടടുത്ത് 4:45 കൃത്യമായിട്ട് ഞാൻ കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഇന്ന് പല്ലിൽ താജ്മഹലാണോ കുത്തബ്മിനാറാണോ പണിയാൻ പോകുന്നതെന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന എൻ്റെ അനിയത്തിയാണിത്. എന്തായാലും അവൾക്ക് ഒരുപാട് നേരം ഇന്ന് ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല. ഡോക്ടർ അതിന് മുമ്പേ അവൾ അകത്തോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ അകത്തോട്ട് പോയതിനു ശേഷം പിന്നെ എനിക്ക് കാത്തിരിപ്പുകളുടെ നേരമായിരുന്നു. എന്തായാലും ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വന്നില്ല. അതിനു മുന്നേ അവളിങ്ങ് എത്തിയായിരുന്നു. എപ്പോഴത്തെയും പോലെ തന്നെ ഒരിടത്ത് പോകാൻ ഇറങ്ങിയാൽ ഒരിടവും കൂടെ കണ്ടിട്ട് വരുന്ന സ്വഭാവമുള്ളവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പതുക്കെ അങ്ങ് നടന്നത് വേറെ എങ്ങോട്ടുമല്ല, നേരെ വെച്ച് പിടിച്ച് നമ്മുടെ കൊല്ലംകാരുടെ സ്വന്തം വി പാർക്കിലോട്ടാണ്. അവിടെ പോയി കുറച്ച് നേരം ഇരുന്നൊന്ന് ചില്ലടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നിരുന്നിട്ട് ഡോക്ടർ ഇന്ന് പല്ലിൽ താജ്മഹലാണോ കുത്തബ്മിനാറാണോ പണിഞ്ഞത് ഞാൻ അവളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾക്ക് നാണമാണ്. അവൾ ആസ് യൂഷ്വൽ ഇൻവെർട്ടറാണ്. ഇവിടെ വന്നിരുന്ന് കുറച്ചുനേരം വൈബ് കുടിക്കാന്ന് വിചാരിച്ചിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ഐശ്വര്യം കൊണ്ട് ദേണ്ട വരുന്നു മഴ. നോക്കൂ ഗൈസ്, എന്ത് മനോഹരമായ സീനറി. ഇനിയും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പെരുമഴയാവും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി. പക്ഷെ ഞങ്ങൾക്ക് മഴയൊരു വിഷയമേ അല്ല. ഞങ്ങൾ എന്നിട്ട് നടന്നു തന്നെയാണ് പോയത്. മഴ പെയ്യുന്നു, മഴ. നമ്മൾ കൊല്ലംകാരുടെ വികാരമായ ഒരു സ്ഥലമാണ് കോളേജ് ജംഗ്ഷനിലേത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇവിടെ ഇഷ്ടമാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. മുൻകരുതൽ എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുടയൊക്കെ എടുത്ത് വെച്ചുകൊണ്ടാണ് പോയത്. പോകുന്ന വഴിക്ക് എൻ്റെ അനിയത്തിക്ക് മുട്ടായി തിന്നാനൊരു ക്രേവിങ്സ് ഉണ്ടായി. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി കുറച്ച് ലോലിപോപ്പൊക്കെ മേടിച്ചിട്ട് പിന്നെ അതും നുണഞ്ഞുകൊണ്ടങ്ങ് നടന്നു. ശരിക്കും പറഞ്ഞാൽ മഴയത്ത് ഇങ്ങനെ നടക്കുന്ന ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമാണ് മഴയത്ത് ഇങ്ങനെ നടക്കാനായിട്ട്? പിന്നെ ഞങ്ങളുടെ അടുത്ത ക്രേവിങ്സ് എന്ന് പറയുന്നത് മഴയത്ത് ഐസ്ക്രീം തിന്നുകൊണ്ട് കിടക്കാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഐസ് ബേയിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഒന്ന് തലപൊങ്ങും. ലാസ്റ്റ് ഞങ്ങൾ ബട്ടർ സ്കോച്ചും മേടിച്ചുകൊണ്ടാണ് വന്നത്. ഈ മഴയത്ത് ഇങ്ങനെ ഐസ്ക്രീം തിന്നാൻ അതും ഒരു ഫീൽ തന്നെ. അങ്ങനെ പോയപ്പോഴാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബർത്ത്ഡേ ഗേളായിട്ടുള്ള യാറ ബേബിയുടെ വീട്ടിലൊന്ന് കയറിയത്. യാറ ബേബി അപ്പുറത്തായിരുന്നു. അങ്ങനെ അവൾ ഓടിപ്പോയി എടുത്തുകൊണ്ട് വന്നു. ഇതാണ് യാറ ബേബി. അങ്ങനെ പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് കുറച്ച് കേക്കൊക്കെ തിന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ചെയ്യണേ. ബൈ ഗൈസ്.